സുബോധം വന്ന മകൻ്റെ ജീവിതത്തിലെ മാനസാന്തരത്തിൻ്റെ രണ്ടാമത്തെ പടിയെന്ന് പറയുന്നത് അവൻ അപ്പനെയും അപ്പൻ്റെ ഭവനത്തെയും കുറിച്ച് ചിന്തിപ്പാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ കൂലിക്കാർ അനേകരുണ്ട്. പക്ഷേ അവരുടെ ജീവിത നിലവാരം തൻ്റെതിനേക്കാൾ വളരെ മെച്ചമാണ്. കാരണം അവരുടെ യജമാനൻ തൻ്റെ യജമാനനേക്കാൾ എല്ലാ നിലയിലും ശ്രേഷ്ഠനും മാന്യനുമാണ്. കൂലിക്കാരെ പോലും കരുതുന്ന യജമാനനാണ് തൻ്റെ അപ്പനായ യജമാനൻ. അബ്രഹാം എന്ന യജമാനൻ ഹാഗാർ എന്ന ദാസിയെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്താണ് പറഞ്ഞു വിട്ടത്. മരുഭൂമിയിലെ നീണ്ട യാത്രയ്ക്കിടയിൽ അപ്പവും വെള്ളവും തീർന്നുപോയി. ദാഹജലത്തിനു വേണ്ടി വലഞ്ഞ ആ സഹോദരി ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ സ്വർഗീയ യജമാനനായ കർത്താവ് അവൾക്ക് വേണ്ടി ഒരു പുതിയ ഉറവ തുറന്നു കൊടുത്തു. ഈ ലോകത്തിലെ യജമാനന്മാർ തരുന്നത് പെട്ടെന്ന് വറ്റിപ്പോകുമ്പോൾ, ഞൊടിയിടയിൽ തീർന്നു പോകുമ്പോൾ, സ്വർഗീയ യജമാനന്മാരുടെ യജമാനൻ തുറന്നത് സഹസ്രാബ്ദങ്ങൾ പലത് കഴിഞ്ഞിട്ടും വറ്റിയിട്ടില്ല. ഇവിടത്തെ യജമാനന്മാരിൽ ആശ്രയിക്കണ്ട, വറ്റാത്ത ഉറവകൾ തുറക്കുന്ന സ്വർഗീയ യജമാനന്റെ മുഖത്തേക്ക് നോക്കി കരയുക. അവിടുന്ന് നിങ്ങൾക്കായി പുതിയ ഉറവകൾ തുറക്കുന്നവനാണ്. തൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ രക്ഷിപ്പാൻ ശക്തനായ സ്നേഹസമ്പന്നനായ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും മാനസാന്തരപ്പെടുന്ന വ്യക്തിക്കുണ്ടാവണം. മൂന്നാമതായി, തൻ്റെ നഷ്ടങ്ങളുടെയും തോൽവികളുടെയും ഉത്തരവാദിത്വം അവൻ മറ്റാരുടെ മേലും കെട്ടിവെക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വസ്തു ആവശ്യപ്പെട്ടപ്പോൾ പിതാവിനെന്നെ ശാസിക്കാമായിരുന്നില്ലേ എന്നോ, എൻ്റെ ജ്യേഷ്ഠനായ സഹോദരൻ എന്നെ തടയാമായിരുന്നില്ലേ എന്നോ, എൻ്റെ കൂട്ടുകാർക്ക് എന്നെ ഉപദേശിക്കാമായിരുന്നില്ലേ എന്നോ ഉള്ള മുടന്ത ന്യായങ്ങളൊന്നും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞില്ല. എൻ്റെ എല്ലാ പരാജയങ്ങൾക്കും ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. ഇവൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. കുറ്റം മറ്റുള്ളവരുടെ മേൽ പഴിചാരാതെ നേരെ ചൊവ്വേ ഏറ്റുപറയാൻ മനസ്സ് കാണിച്ചല്ലോ. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടും. ഇന്ന് പലരും പച്ചപിടിക്കാത്തതിൻ്റെ കാരണം പഴിചാരൽ കൊണ്ടാണ്. തോന്നിയതുപോലെ ജീവിച്ചിട്ട് അവസാനം തകർന്ന് തരിപ്പണമാകുമ്പോൾ പള്ളിക്കാർ പ്രാർത്ഥിച്ചില്ല എന്നും ഉപദേശിമാർ ഉപദേശിച്ചില്ല എന്നുമൊക്കെ പറയുന്ന നിന്റെ മുടന്ത ന്യായങ്ങളുണ്ടല്ലോ, അത് പണ്ടേ കാലഹരണപ്പെട്ടതാണ്. മകനെ, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണ ആകാശങ്ങളോളം, ദൈവത്തിൻ്റെ കരുണ മേഘങ്ങളോളം. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ സ്വർഗത്തോടും പിതാവിനോടുമാണെന്ന് അവൻ തിരിച്ചറിയുകയാണ്. മനുഷ്യൻ മനുഷ്യർക്ക് വിരുദ്ധമായും സ്വന്തം ശരീരത്തിനു വിരുദ്ധമായും പാപം ചെയ്യുമ്പോൾ ആത്യന്തികമായി ദൈവത്തിനു വിരുദ്ധമായിട്ടാണ് പാപം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാപം ചെറുതോ വലുതോ ആകട്ടെ, അത് അത്യന്തം ഗൗരവമുള്ളതാണ്. എൻ്റെ യോഗ്യതകളോ കഴിവുകളോ ഒന്നും തന്നെ ദൈവസന്നിധിയോടടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നില്ല എന്ന ബോധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എൻ്റെ പാരമ്പര്യമോ വിദ്യാഭ്യാസമോ കുടുംബശ്രേഷ്ഠതയോ ഇവയൊന്നും എന്നെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവനാക്കുന്നില്ല. പിന്നെയോ
ഏറ്റുപറച്ചിലാണ് ഒരുവനെ ദൈവമുമ്പാകെ യോഗ്യനാക്കി തീർക്കുന്നത്. തുറന്നു പറയാൻ തയ്യാറായാൽ, പശ്ചാത്താപം ജീവിതത്തിലുണ്ടായാൽ, ദൈവത്തിൻ്റെ നീതീകരണ പ്രക്രിയയിലേക്ക് നിനക്കടുക്കാൻ കഴിയും. പറയുക, ഞാൻ വരുന്നു ആ ക്രൂശിങ്കലേക്ക്, എന്നെ സഹായിക്കണമേ, എന്നെ അംഗീകരിക്കണമേ, എന്നെ നീതീകരിക്കണമേ. ദൈവം നിന്നെ നീതീകരിച്ച് അനുഗ്രഹത്തോടെ മടക്കി അയക്കുന്നവനാണ്.